തിങ്കളാഴ്ച രാവിലെ കോളേജിലെ തിരക്കുകളിലേക്ക് ആകാശെത്തുമ്പോൾ മനസ്സിൽ എന്തോ ഒരു കാത്തിരിപ്പായിരുന്നു. വരാന്തയിലൂടെ നടന്ന് സ്റ്റാഫ് റൂമിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് മറുഭാഗത്ത് ഒരാൾ നിൽക്കുന്നത് അവൻ കണ്ടത്. ഇളം മഞ്ഞ നിറത്തിലുള്ള സാരി ഉടുത്ത് മുടിയൊക്കെ ഒതുക്കി ഭംഗിയായി വസ്ത്രധാരണം ചെയ്ത ഒരു പെൺകുട്ടി. അവളെ കണ്ടതും ആകാശ് അങ്ങോട്ട് നടന്നു ചെന്നു. "ആഹാ ശ്രുതി, നീ എപ്പോഴെത്തിയത്?" എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവളോട് സംസാരിക്കാൻ തുടങ്ങി. രണ്ടുപേരും ഒന്നിച്ച് PGക്ക് പഠിച്ചതാണ്. വളരെ നാളുകൾക്ക് ശേഷമാണ് പരസ്പരം കാണുന്നത്. ആ സമയത്താണ് ഗീതവും സനയും ആ വരാന്തയിലൂടെ ക്ലാസ്സിലേക്ക് വന്നത്. എപ്പോഴും ഗൗരവത്തിൽ മാത്രം കണ്ടിട്ടുള്ള ആകാശ് മാഷ് മറ്റൊരു പെൺകുട്ടിയോട് ഇത്രയും ചിരിച്ച് സംസാരിക്കുന്നത് ഗീതു ആദ്യമായിട്ടാണ് കാണുന്നത്. ശ്രുതി സംസാരിക്കുന്നതിനിടയിൽ ആകാശിൻ്റെ കയ്യിൽ പതുക്കെ തൊടുന്നതും അവർ രണ്ടുപേരും ഒന്നിച്ച് ചിരിക്കുന്നതുമൊക്കെ കണ്ടപ്പോൾ ഗീതുവിൻ്റെ നടത്തത്തിൻ്റെ വേഗത കുറഞ്ഞു. അവൾ അറിയാതെ തൻ്റെ മുഖം ചൊളിച്ചു. ഫസ്റ്റ് പീരീഡ് തേർഡ് ഇയറിൻ്റെ ക്ലാസ്സിലേക്ക് ആകാശ് കയറിയപ്പോൾ കുട്ടികളെല്ലാം അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള തിരക്കിലായിരുന്നു. ആകാശ് ടേബിളിൽ അറ്റൻഡൻസ് രജിസ്റ്റർ വെച്ചുകൊണ്ട് പറഞ്ഞു, "എല്ലാവരും അസൈൻമെൻറ്റ് ബുക്കുകൾ ഇവിടെ കൊണ്ടുവച്ചോളൂ." കുട്ടികൾ ഓരോരുത്തരായി വന്ന് ബുക്ക് ഏൽപ്പിക്കാൻ തുടങ്ങി. ഫ്രണ്ട് ബെഞ്ചിലിരുന്ന രാഹുലും കൂട്ടരുമൊക്കെ അപ്പോഴേക്കും വരാന്തയിൽ കണ്ട പുതിയ ടീച്ചറെക്കുറിച്ച് അടക്കം പറയാൻ തുടങ്ങിയിരുന്നു. "എടാ, ആ വരാന്തയിരുന്ന സാരി ഉടുത്ത ചേച്ചി നമ്മുടെ പുതിയ ഗസ്റ്റ് ലെക്ചറാണെന്ന് തോന്നുന്നു. കാണാൻ എന്ത് ലുക്കാ അല്ലേ?" എന്ന് രാഹുൽ പതുക്കെ പറഞ്ഞത് ലാസ്റ്റ് ബെഞ്ചിലിരുന്ന ഗീതുവിൻ്റെ കാതിലുമെത്തി. അവൾ ബുക്കും പിടിച്ച് എഴുന്നേറ്റു. ഗീതു തൻ്റെ അസൈൻമെൻറ്റ് ബുക്കുകളുമായി മാഷിൻ്റെ ടേബിളിന് മുന്നിലേക്ക് വന്നു. അവൾ ബുക്ക് അവിടെ വെച്ചിട്ട് മറ്റുള്ളവർ കേൾക്കാത്ത രീതിയിൽ വളരെ പതുക്കെ ചോദിച്ചു, "ആരാ മാഷേ ആ രാവിലെ വരാന്തയിൽ നിന്നിരുന്ന ആ ഇളം മഞ്ഞ സാരി ഉടുത്ത?" ആകാശ് പതുക്കെ തല ഉയർത്തി അവളെ നോക്കി. അവളുടെ മുഖത്ത് ഒരു ചെറിയ നീരസം വ്യക്തമായിരുന്നു. അവൻ സാധാരണ മട്ടിൽ പറഞ്ഞു, "അത് നിങ്ങളുടെ പുതിയ ഗസ്റ്റ് ലെക്ചറാണ്, ശ്രുതി. എൻ്റെ കൂടെ പഠിച്ചതാ. അടുത്ത പീരീഡ് അവളായിരിക്കും ഈ ക്ലാസ്സിൽ വരുന്നത്." "ആഹാ, അതാണോ രാവിലെ തൊട്ടുരുമി നിന്ന് അത്രയ്ക്ക് ചിരിച്ച് സംസാരിച്ചത്?" ഗീതു പതുക്കെ പിറുപിറുത്തു. "എന്താ?" ആകാശ് ഗൗരവത്തിൽ ചോദിച്ചു. "ഏയ് ഒന്നുമില്ല" എന്ന് പറഞ്ഞ് ഗീതു ദേഷ്യത്തോടെ തൻ്റെ സീറ്റിലേക്ക് നടന്നു. അടുത്ത പീരീഡ് ശ്രുതി ടീച്ചർ ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ ക്ലാസ്സിലെ ആൺകുട്ടികൾക്കെല്ലാം വലിയ ആവേശമായിരുന്നു. അവർ വളരെ ശ്രദ്ധയോടെ ടീച്ചറെ നോക്കിയിരുന്നു. ശ്രുതി എല്ലാവരെയും പരിചയപ്പെടുന്ന കൂട്ടത്തിൽ ലാസ്റ്റ് ബെഞ്ചിലിരുന്ന് ഗീതുവിനോടും പേര് ചോദിച്ചു. ഗീതു ഒട്ടും താല്പര്യമില്ലാതെ എഴുന്നേറ്റ് നിന്ന് പേര് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇരുന്നു. ശ്രുതി ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ സന പതുക്കി ഗീതുവിനെ തോണ്ടി. "എടീ, പുതിയ ടീച്ചർ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ?" എന്ന് ചോദിച്ചു. ഗീതു ബുക്കിലേക്ക് നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു, "എന്ത് ഭംഗി? എനിക്ക് ആ വേഷവും സംസാരവും ഒന്നും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. നീ മിണ്ടാതിരുന്ന് പഠിക്കാൻ നോക്ക്." ഗീതുവിൻ്റെ ഉള്ളിൽ എന്തോ വല്ലാത്തൊരു കുശുമ്പോ ദേഷ്യവും പുകയുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് സ്റ്റാഫ് റൂമിന് പുറത്തുള്ള നോട്ടീസ് ബോർഡിൻ്റെ അവിടെ പുതിയ ശ്രുതി ടീച്ചറും ആകാശ് മാഷും നിൽക്കുന്നുണ്ടായിരുന്നു. ടൈം ടേബിളിൽ എന്തോ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് അവർ രണ്ടുപേരും വളരെ ഫ്രീ ആയി ചിരിച്ച് സംസാരിക്കുകയാണ്. ആ സമയത്താണ് ഗീതുവും സനയും ലഞ്ച് ബോക്സ് കഴുകാൻ വേണ്ടി ആ വരാന്തയിലൂടെ വന്നത്. എപ്പോഴും തന്നെ കാണുമ്പോൾ മുഖം കടുപ്പിക്കുന്ന മാഷ് പുതിയ ടീച്ചറോട് ഇത്രയും റിലാക്സ്ഡായി സംസാരിക്കുന്നത് ഗീതു നേരിട്ട് കാണുകയായിരുന്നു. അവൾ വരുന്നത് കണ്ട് ആകാശ് പതുക്കെ സംസാരം നിർത്തി അവളെ ഒന്ന് നോക്കി. സാധാരണയായി മാഷിനെ വരാന്തയിൽ കണ്ടാൽ ഗീതു നടത്തത്തിൻ്റെ വേഗത കുറയ്ക്കുകയോ ഒരു കള്ളച്ചിരിയോടെ മാഷിൻ്റെ മുഖത്തേക്ക് നോക്കുകയോ ചെയ്യാറുള്ളതാണ്. എന്നാൽ ഇന്ന് അവൾ ആകാശ് മാഷിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അവൻ അവിടെ നിൽക്കുന്നുണ്ടെന്ന ഭാവം പോലും കാണിക്കാതെ അവൾ സനയോട് വളരെ ഉഷാറായി എന്തോ തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവന് പാടെ അവഗണിച്ച് മുന്നോട്ട് നടന്നുപോയി. തൊട്ടു മുന്നിലെത്തിയിട്ടും തന്നെ കണ്ടതായി പോലും നടിക്കാതെ തികച്ചും അപരിചിതയെപ്പോലെ കടന്നുപോയ ഗീതുവിൻ്റെ ആ ഭാവമാറ്റം ആകാശിനെ ശരിക്കും അസ്വസ്ഥനാക്കി. അവളുടെ ആ ചിരിയിലും പെരുമാറ്റത്തിലും തന്നോടുള്ള കടുത്ത കുശുമ്പും വാശിയുമാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് അവന് കൃത്യമായി മനസ്സിലായി. അവൾ പോയ വശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ആകാശിൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്ത വെപ്രാളമാണ് തോന്നിയത്. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അധ്യാപകൻ്റെ ഗൗരവം നടിക്കുമ്പോഴും ഗീതുവിൻ്റെ ആ പെട്ടെന്നുള്ള അവഗണന അവൻ്റെ ഉള്ളിൽ വലിയൊരു അസ്വസ്ഥത ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. അങ്ങനെ ആ പകൽ കടന്നുപോയി. വൈകുന്നേരം കോളേജ് ബെല്ലടിച്ചപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോകാനിറങ്ങി. എന്നാൽ ഗീതു മാത്രം ക്ലാസ്സിൽ നിന്നും പതുക്കെയാണ് ഇറങ്ങിയത്. അവൾ നേരെ ലൈബ്രറിയുടെ വശത്തുള്ള വിജനമായ വരാന്തയിലേക്ക് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആകാശ് തൻ്റെ ബാഗുമായി അവിടെ എത്തി.
വരാന്തയിൽ ഗീതു നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ നടത്തം നിർത്തി. ഗീതു ഇത്തവണ ഒഴിഞ്ഞു മാറിയില്ല. അവൾ ആകാശിൻ്റെ നേരെ മുന്നിലേക്ക് വന്നു നിന്നു. അവളുടെ മുഖത്ത് കള്ളച്ചിരിയോ കുറുമ്പോ ഒന്നുമില്ലായിരുന്നു. പകരം വളരെ ഗൗരവമുള്ളൊരു ഭാവമായിരുന്നു. മാഷേ, എനിക്കൊരു കാര്യം അറിയണം. ഞാനിങ്ങനെ ദിവസങ്ങളായി മാഷിൻ്റെ പുറകെ നടക്കുന്നത് മാഷ് അറിയാഞ്ഞിട്ടാണോ? അതോ അറിയാഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണോ? അവൾ വളരെ സാധാരണ ശബ്ദത്തിൽ ചോദിച്ചു. ആകാശ് പതുക്കെ വശങ്ങളിലേക്ക് നോക്കി. അവിടെ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അവൻ പറഞ്ഞു. ഗീതു, നീ എന്തൊക്കെയായി ചോദിക്കുന്നത്? ക്ലാസ് കഴിഞ്ഞെങ്കിൽ വീട്ടിൽ പോകാൻ നോക്ക്. എനിക്ക് മാഷിനെ ഇഷ്ടമാണ്. വെറും ഒരു അധ്യാപകനായിട്ടല്ല. ഗീത ശബ്ദമുയർത്താതെ എന്നാൽ ഉറച്ച നിലപാടിൽ പറഞ്ഞു. അവളുടെ ആ പെട്ടെന്നുള്ള തുറന്നു പറച്ചിൽ കേട്ടപ്പോൾ ആകാശിൻ്റെ ഉള്ളിൽ ഒരു വെപ്രാളം തോന്നി. അവൻ അവളെ ഒരുപാട് ഇഷ്ടമാണ്. അവളുടെ ആ സാന്നിധ്യം അവൻ ആസ്വദിക്കുന്നുമുണ്ട്. പക്ഷെ ഒരു അധ്യാപകനല്ലേ താൻ. കോളേജിൽ വെച്ച് ഇത്തരം ഒരു ബന്ധമുണ്ടാകുന്നത് എത്രമാത്രം പ്രശ്നമാണെന്ന് അവൻ അറിയാമായിരുന്നു. കോളേജിലുള്ളവരോ നാട്ടുകാരോ അറിഞ്ഞാൽ അത് രണ്ടുപേരുടെയും ജീവിതത്തെയും ബാധിക്കും. അവൻ തൻ്റെ ഉള്ളിലെ വികാരങ്ങൾ പുറത്തു കാണിക്കാതെ ശബ്ദം അല്പം കടുപ്പിച്ച് പറഞ്ഞു. ഗീതു, നീ പറയുന്നത് എന്താണെന്ന് നിനക്ക് വല്ല ബോധ്യമുണ്ടോ? ഞാൻ നിൻ്റെ അധ്യാപകനാണ്. ഒരു അധ്യാപകനോട് കാണിക്കേണ്ട മര്യാദ മാത്രം നീ എൻ്റെ അടുത്ത് കാണിച്ചാൽ മതി. മറ്റു മാഷന്മാരെ പോലെ എന്നെയും കണ്ടാൽ മതി. മാഷിന് എന്നോട് ഒട്ടും ഇഷ്ടമില്ലേ? അവൾ നേരെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ആകാശ് ഒരു നിമിഷം അവളുടെ ആ നോട്ടത്തിന് മുന്നിൽ തകർന്നു പോയി. എങ്കിലും മനസ്സിനെ കടുപ്പിച്ച് അവൻ പറഞ്ഞു. ഇല്ല ഗീതു, എനിക്കങ്ങനെ ഒരു താല്പര്യവുമില്ല. നിൻ്റെ ലാസ്റ്റ് സെമസ്റ്റർ എക്സാം വരാറായില്ലേ? പോയി നല്ലപോലെ പഠിക്കാൻ നോക്ക്. ഇനി ഇത്തരം വർത്തമാനങ്ങളുമായി എൻ്റെ മുന്നിൽ വരരുത്. അത്രയും പറഞ്ഞ് ആകാശ് അവളെ കടന്ന് മുന്നോട്ട് നടന്നു. ഗീതു അവിടെ തന്നെ നിന്നുപോയി. അവളുടെ കണ്ണുകൾ പതുക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ആകാശ് ബൈക്ക് പാർക്കിങ്ങിലേക്ക് നടക്കുമ്പോഴും അവൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. അവളെ വിഷമിപ്പിച്ചു എന്ന തോന്നൽ അവൻ്റെ ഉള്ളിൽ സങ്കടപ്പെടുത്തുന്നുണ്ടായിരുന്നുവെങ്കിലും അധ്യാപകൻ്റെ ആ ഒരു പരിധി ലംഘിക്കാതിരിക്കാൻ താൻ എടുത്തത് ശരിയായ തീരുമാനമാണെന്ന് അവൻ സ്വയം വിശ്വസിക്കാൻ ശ്രമിച്ചു. പ്രണയത്തിൻ്റെ ആ ഒളിച്ചുകളി അവിടെ കൂടുതലും ഗൗരവമുള്ളൊരു ഘട്ടത്തിലേക്ക് മാറുകയായിരുന്നു.